നമ്മൾ ചൂസ് ചെയ്യുന്ന കോഴ്സിനനുസരിച്ചാണോ കൺട്രി ചൂസ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഒരു കോഴ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രി സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ അവിടെ നിന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നതോടുകൂടെ നമുക്ക് കിട്ടുന്നത് എത്രയും വേഗം ഒരു PR ഓപ്ഷൻസിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയാണ്, ഒരു സാധ്യതയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കൺട്രി ചൂസ് ചെയ്യുമ്പോഴും അതിൽ ഏതാണ് കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, B.Pharm കഴിഞ്ഞ ഒരാളാണ്, ഒരു ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് വേണ്ട ഒരാളാണെങ്കിൽ അയർലൻഡ്. ഒരു ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ഫാർമ റിലേറ്റഡ് കോഴ്സ് നമുക്ക് എവിടെ ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നല്ല സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡ് തന്നെയാണ്. കാരണം അവിടെ ഒത്തിരി ഷോർട്ടേജ് ആ ഫാർമസ്യൂട്ടിക്കൽ ലൈനിലുണ്ട്. കാരണം വേറൊന്നുമല്ല, ഒത്തിരി ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനീസിൻ്റെ ആസ്ഥാനം തന്നെ അയർലൻഡാണ്. സോ ഇതുപോലെ തന്നെ നമ്മൾ ഓരോ കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴും ഇപ്പോൾ നമുക്ക് ഏതാണോ നമ്മളുടെ കോഴ്സ് സെലക്ട് ചെയ്യുന്നത് അത് ആ കൺട്രിയിൽ എത്രമാത്രം നമുക്ക് സ്കിൽ ഷോർട്ടേജിലുള്ളതാണോ അതോ നമുക്ക് ഭാവിയിൽ എന്താണ് അതിൻ്റെ കരിയർ പ്രോസ്പെരിറ്റി എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.